ஹலோ காய்ஸ், ஒரு ஆர்டரா ஃப்ளோவா போய்கிட்டு இருக்கல, கூட கூட பேசினா மறந்துட மாட்டேனா. ഞങ്ങളെ കൂടെ ഉള്ള ഒരാൾ വെള്ളത്തിൽ പോയി. നമ്മൾ ഗോൾഡ് കിട്ടുമോ നോക്കാൻ പോവാണ്. ഞങ്ങളിപ്പോ വന്നിട്ട് പുട്ടിൻ ബേ എന്ന് പറഞ്ഞൊരു ഐലൻഡിലോട്ട് ഒരു വീക്കെൻഡ് ഗെറ്റവേയിലോട്ട് ഫ്രണ്ട്സായിട്ട് പോവുകയാണ്. അവിടെ കാറൊക്കെ വന്നിട്ട് ഫെറിയില് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഫെറി വഴിയാണ് നമ്മൾ പോകാൻ പോണത്. വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് 1 hour. ഇതിലിപ്പം ആൾക്കാരില്ലാത്തതുകൊണ്ട് ഒരു 15 minutes ഇതോ ഐലൻഡ് ഇല്ലേ ഇപ്പം എത്തിയിട്ട് കാർ എടുത്ത് അങ്ങ് കറങ്ങുക. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, സീ യു. നാട്ടിലുള്ള സമയത്ത് ഞാൻ ഫെറിയിൽ കയറിയിട്ടുള്ളത് കോഴിക്കോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കടലുണ്ടിയിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഫറൂഖിലേക്ക് ഫെറി കയറിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ഫെറിയാണിത്. ഇവിടെ കുറേ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. 15 minutes ടൈമാണ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ ആ ഐലൻഡിലേക്ക്. നമ്മളിപ്പോൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ കാണുന്നത് വന്നിട്ട് പുട്ടിൻ ബേ ഡൗൺ ടൗൺ ആണ്. സോ ട്രാൻസ്പോർട്ടേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മളെ കാർ കൊണ്ടുവരാം. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബിക്കോസ് യു സ്റ്റേയിങ് ഹിയർ. ആൻഡ് ആസ് യു ക്യാൻ സീ കാഡി ഓർ ഗോൾഫ് കാർട്ട്സ് ആൻഡ് ദെൻ ചെറിയ ചെറിയ സൈക്കിൾസും ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് റൈഡ് അറൌണ്ട് ദ ടൗൺ ആൻഡ് ദെൻ ജസ്റ്റ് എൻജോയ് ദ സീനിക് വ്യൂസ്. ഞങ്ങൾ ഈ ഐലൻഡിൽ എത്തിയപ്പോൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തൊരു സ്പോട്ടാണിത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വന്നിട്ട് എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു. നല്ല ബ്ലൂ കളർ വെള്ളവും ആ സ്കൈയും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരേ ഒരു പ്രശ്നം വെയിലായിരുന്നു. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പം നമ്മളധികം വെയിലില്ലാത്ത സമയം ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു സൺസെറ്റ് ടൈമിലാണ്. എനിക്ക് ആ സമയം പുറത്തിറങ്ങാനും ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. സോ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഈ വെയിലിൽ നമ്മൾ എങ്ങനെയല്ലേ ഇറങ്ങാം. ഇത് വാട്ടർ റൈഡൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കയറും ഈവനിങ് സമയത്ത്. ഇപ്പോൾ നല്ല വെയിലാണ്. പിന്നെ പുട്ടിൻ ബേ എന്ന് എഴുതിയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അവിടെ പോയിട്ട് പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്, കാരണം നല്ല ക്യൂ ആയിരുന്നു അവിടെ. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങൾ പോകുന്നത് ക്രിസ്റ്റൽ കേവ് കാണാനാണ്. ഒരു കേവിനകത്ത് കംപ്ലീറ്റ് ക്രിസ്റ്റൽസ് വരുന്നൊരു സ്ഥലമാണിത്. സോ എക്സൈറ്റഡ് ആണ് കാണാൻ. ഈ ക്രിസ്റ്റൽസ് ഈ ജിയോഡൊക്കെ വന്നിട്ട് ഇവിടുത്തെ കേവിൽ നിന്ന് എടുത്തതാണ്. സോ ഇവിടെയാണ് കേവ് എൻട്രൻസ്. ഇത് ഓരോ ക്രിസ്റ്റലിന്റെയും മീനിങ് ആണ്. ക്രിസ്റ്റൽ കേവിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ടാണ് എൻട്രൻസ്. ക്രിസ്റ്റൽ കേവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈ കേവിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെയർ ഉണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് പേടിയാണ്. പിന്നെ ഗൈഡ് ഉള്ളതുകൊണ്ട് വലിയ സീനില്ല. ഇപ്പോൾ കയറാൻ പോകുന്നത് വേൾഡിലെ ലാർജസ്റ്റ് കേവിൻ്റെ അകത്താണ്. ജിയോഡ് സെലസ്റ്റൈറ്റ് ജിയോസ് ഉള്ള കേവ് ഇതാണ്. ആൻഡ് ദെൻ വി ഗോ അപ്പ്. സോ അങ്ങനെ ഗൈസ്, ഞങ്ങളിപ്പോ ഈ കേവിൽ അത് കഴിഞ്ഞ് നമ്മള് മേലെ പോവും. എല്ലാവരും പോയി. അപ്പൊ ഞങ്ങൾ പോവാണ്. അടുത്ത ലൊക്കേഷൻ ഇനി ഇവിടെ അടുത്ത് തന്നെയാണോ നമ്മൾ പോണത്? ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വൈനിന്റെ പ്രൊഡക്ഷൻ കാണാനാണ് പോയത്. ഒരാളുണ്ടായിരുന്നു, അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും എങ്ങനെയാണ് ഇത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. അത് കഴിഞ്ഞാൽ നമുക്കൊരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ ഈ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഈ വൈൻ ടൗണിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെ ഞങ്ങൾ Airbnb എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇപ്പോഴാണ് അവിടെ ചെക്കിങ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കാണുന്നതൊക്കെ Airbnb ആണ് കേട്ടോ. സോ ഇതാണ് ഞങ്ങളുടെ എല്ലാം സെയിം ഒരു പാറ്റേണിലാണ് ഉള്ളത്. പിന്നെ നല്ല രസമുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ റൂമൊക്കെ നീറ്റായിരുന്നു. അതുപോലെ ജക്കൂസി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കുളിക്കാനൊന്നും പറ്റിയില്ല. വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പൂൾ പാർട്ടി ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പൂൾ പാർട്ടി ടൈം. പൂൾ പാർട്ടി ടൈം. ഓ ഭയങ്കര വെയിലല്ലേ ഇവിടെ.
അങ്ങനെ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് എൻട്രൻസിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ടു ക്രൗഡഡ് ആൻഡ് ദെൻ വി റിയലൈസ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈം. സോ അവിടെ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് എയർബിഎൻബിലോട്ട് തിരിച്ചു പോകാം, കാരണം അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. സോ ദാറ്റ് വി ക്യാൻ ഹാവ് അവർ ഓൺ പൂൾ പാർട്ടി. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി തിരിച്ച് വീട്ടിലെത്തി ഫ്രഷനപ്പ് ആയിട്ട് ഞങ്ങൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഗ്രിൽഡ് ചിക്കനൊക്കെ കഴിച്ച് പിന്നെ സ്വീറ്റ് കോണും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡേ 1 ഇവിടെ കഴിഞ്ഞു. നൈറ്റ് എല്ലാവരും ഫുഡ് കഴിച്ച് നല്ല ടയേർഡായിരുന്നു. എല്ലാവരും നന്നായിട്ട് ഉറങ്ങി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടുന്ന് ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്രില്ല് ചെയ്ത് നൈറ്റ് തന്നെ അതിൻ്റെ ബാക്കി ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ സെറ്റാക്കി ഇന്നെല്ലാവരും അത് കഴിക്കുകയാണ്. പിന്നെ കുറച്ച് ബ്രെഡും ന്യൂട്ടെല്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് വിശക്കുമ്പോൾ ഒക്കെ കഴിക്കാം. പിന്നെ കുറേ സ്നാക്സും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ സെറ്റായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ഡ്രസ്സിങ് എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അജി അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, കുളിക്കുന്നു ഒക്കെ പരിപാടിയിലാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഇവിടെ ഹെലികോപ്റ്റർ റൈഡ് അത് ഇവിടെ കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഔട്ട്ഫിറ്റ് ഇടാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കയാക്കിങ് അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് പോകുന്നത്. എന്തൊക്കെ റൈഡും എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അത്രയ്ക്ക് തന്നെ. പിന്നെ എന്തൊക്കെയാണെന്നുള്ളതൊന്നും പ്ലാൻഡ് അല്ല. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കല്, നല്ല ഫുഡ് സ്പോട്ട് കണ്ടാലും അവിടെ കയറും. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി മോർണിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഉറങ്ങിയിട്ടപ്പോ നല്ല കിളികളെ സൗണ്ടൊക്കെ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും. ഫസ്റ്റ് ആയിട്ട് ഒരു ഹെലികോപ്റ്റർ പോലെയുള്ള ഒരു റൈഡിൽ കയറാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ്സ് എടുത്തിട്ട് പോകണം. എല്ലാവരും ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ Are you guys, it'd be about 15 minutes. Are you planning on staying here? Yeah? Okay. നമ്മളിപ്പോൾ വന്നിട്ട് ഐലൻഡ് ടൂർ കാനഡ ബോർഡർ വരെ പോകുന്ന കണക്കത്തൊരു ഫ്ലൈറ്റ് ടൂറാണ് എടുക്കാൻ പോണത്. ഈ ഫ്ലൈറ്റ് ആണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇതായിരിക്കില്ല എക്സാക്ട്ലി, ബട്ട് ഇതേപോലത്തെ ഇത് ഇവിടുത്തെ പുട്ടിൻ ബേയിലെ എയർപോർട്ടാണ്. ആൻഡ് ദിസ് ഇസ് ദ സ്ട്രിപ്പ് റൺവേ. സോ எங்க போறீங்க? கனடா. Visa. Going to fly Without Canada visa. അപ്പോൾ ഇവരാണ് ഫസ്റ്റ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കണം. Altitude drop from 9,000 feet. എൻ്റെ അമ്മ കയറിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് റൈഡ് ആയിരുന്നു ഇത്. അവർ കംപ്ലീറ്റ് ഐലൻഡ് നമുക്ക് കാണിച്ചു തരും. പിന്നെ ഓരോ സ്പോട്ടിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ ഒരു ഫണ്ണായിട്ടാണ് നമ്മളെ കൊണ്ടുപോവുക. അതിൽ അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ഈ ഫ്ലൈറ്റ് അങ്ങ് ഡ്രോപ്പ് ചെയ്യും. സോ നമ്മൾ നന്നായിട്ട് പാനിക്കാവും. ആ ഒരു ഫണ്ണായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. നമ്മൾക്ക് കംപ്ലീറ്റ് ഐലൻഡ് അതിൻ്റെ മേലെ നിന്ന് കാണാൻ പറ്റും. സോ ഞാനിവിടെ വന്നെടുത്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇനി ഒന്നുകൂടെ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഒരു ഫേമസ് ഐസ്ക്രീം ഉണ്ട്. അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അജി ഏത് ഫ്ലേവറാ കഴിക്കുന്ന? കാരമൽ. ഇന്നലെ ഇവിടെ വന്നിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്.
ഇത് ഏതാ ഐസ്ക്രീം വാങ്ങിച്ചു നമ്മള്? അത് പെക്കാൻ, പ്രൈലീൻ പെക്കാൻ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പുട്ടിൻ ബേൻ്റെ ഇത് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച ആ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒക്കെ വന്നിരിക്കുകയാണ്. ഇതെടുക്കാം. ഓക്കെ, നമ്മൾ ഗോൾഡ് കിട്ടുമോ നോക്കാൻ പോവാണ്. ഗോൾഡ്. Amethyst, emerald. Yeah, see, we can get all these. all these will get. Yeah, bas. Already I see one. Got a bigger one. No. Wow, emerald. Wow. Big one. It's green color. நல்ல பண்ணு. Wow. green இருக்கு. இல்ல நல்லா வாஷ் பண்ணுங்க. Oh, amethyst. See, he got something else. It's gold. ஸ்லோவா பண்ணுங்க இல்லனா Gold is that? What is this? It isn't gold. இது கோல்ட் வர சொன்னீங்களா? இது gold. வேற. இதுல பாருங்க, gold இல்ல? கோல்ட் இல்ல. இது நல்லா இருக்கு ஆனா. Hey, gold. What is this? இதெல்லாம் பண்ணி கொடுப்பாங்க. Green. നമുക്ക് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഇതാ இருக்கா? ഇല്ല. ലാസ്റ്റ് ബാച്ച് ഇത്ര ഐറ്റംസ് കിട്ടി. ഇത് കൊടുത്ത പൈസ കിട്ടുമോ? ഇല്ല, കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പൊ ചുമ്മാ എടുക്കാം. Now we'll go inside again. Bro, 2 stones No, we'll go inside again. We'll see the price of the stones. We'll sell it for less. Go inside the store. I won't buy. നമ്മളിപ്പോൾ ഓൾഡ് വിൻറ്റേജ് കാറുകളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അത് കാണാൻ വേണ്ടി പോവാണ്. അത് ഇവിടെ തന്നെയാണ്. ഈ നമ്മളിപ്പം എന്താ പറയാ, മറന്നുപോയല്ലോ. ഓക്കെ, വാട്ടെവർ, ഇവിടെ തന്നെയാണ് ഉള്ളത്. സോ ഞാൻ കാണിച്ചു തരാം. നോക്ക, ഒരു കുട്ടി കാവൽ നിൽക്കുന്ന ഈ കാറിന്. ഇത് കാറല്ലേ, ഇത് എന്താ സാധനം? പോപ്കോൺ വണ്ടി. പീനട്ട് വാഗൺ. ഓക്കെ ഓക്കെ. ആ അങ്ങനെ ഈവനിങ് സമയമായപ്പോൾ ഞങ്ങൾ കയാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നു. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ലാസ്റ്റ് ആക്ടിവിറ്റി. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫെറിയിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഒരു ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതിന് അപ്പുറത്തേക്ക് നമുക്ക് ഫെറി അവൈലബിൾ അല്ല. സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയാക്കിങ് ചെയ്തിട്ട് പോകും. ഞങ്ങളിപ്പോൾ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൂടെ ഉള്ള ഒരാൾ വെള്ളത്തിൽ പോയി. അപ്പോൾ അവര് അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം വെള്ളത്തിൽ വീണ് ആ സമയത്ത് എല്ലാവരും ഒന്ന് പാനിക് ആയെങ്കിലും പിന്നീട് അത് ആലോചിച്ച് കുറേ ചിരിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെന്ത് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അവൻ തിരിച്ചു കയറാൻ പറ്റുന്നില്ല. അവനൊരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോഴാണ് സ്ലിപ്പായിട്ട് ഇങ്ങനെ വീണത്. ബട്ട് രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. வர்றவங்க கூட மொத்தமா என்னையவே குறி வச்சு வந்தா நான் என்னடா பண்றது? അങ്ങനെ ടോട്ടൽ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തത് 1 hour ആണ്. നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് കയാക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത്. ഇതായിരുന്നു ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഫെറി, ലാസ്റ്റ് ഫെറി ഉള്ളത് 6 o'clock അങ്ങനെ എന്തോ ആണ്. സോ അതിന് മുന്നേ നമ്മളവിടെ റീച്ച് ആവണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ടാണ് കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി ഫുഡൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വേണം കഴിക്കാൻ. കാരണം ഇവിടെ നിന്ന് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെറി മിസ്സാവും. ഈ കുറേ ഫുഡ് കാണുമ്പോൾ ഞാൻ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവട്ടെ, എന്തെടുക്കണം, എന്ത് കഴിക്കണം എന്ന്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് കഴിച്ച്, പിന്നെ ഞാനതിലൊരു ഫ്രോഗ് ലെഗ് വരെ ഉണ്ടായിരുന്നു, അതും എടുത്ത് കഴിക്കാൻ കൊണ്ടുപോയി. അപ്പോഴാണ് അജി പറഞ്ഞ ഇത് ഫ്രോഗ് ലെഗ് ആണ്, അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ബോർഡ് നോക്കിയിട്ട് വേണം എല്ലാം എടുക്കാനായിട്ട്. അങ്ങനെ തിരിച്ചു വെച്ച് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ വെറൈറ്റീസ് ഓഫ് ഡിസേർട്ട്സ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു. നല്ല ടയേർഡാണ് ഞങ്ങൾ. ഈ ട്രിപ്പ് 2 days ട്രിപ്പായിരുന്നു ഇത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. സോ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ടെന്ന് അറിയാം. സോ അതൊക്കെ അപ്കമിങ് വ്ളോഗിൽ റെഡിയാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.